ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സ്നാക്കാണെന്ന് മനസ്സിലായല്ലോ. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായയുടെ സമയമാകുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഒരു ഇളം ചൂടിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് മാറിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഗോതമ്പൊടിയും പഴവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഗോതമ്പൊടി സ്നാക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഇതുപോലെ കളർ മാറിയ ഏത്തപ്പഴം എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഏത്തപ്പഴമാണെങ്കിൽ 2 എടുക്കുക. ഇത് നല്ല വലിയ ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പൊടിയിലോ മൈദപ്പൊടിയിലോ ഈ ഒരു റെസിപ്പി ചെയ്യാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണം എന്നുണ്ടെങ്കിൽ ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറവ് ചേർത്താൽ മതി. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം. ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്ക ചേർത്താലും മതി. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പഴവും പഞ്ചസാരയും എല്ലാം ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടി കുറച്ചായിട്ട് ചേർത്ത് വീണ്ടും അടിച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂണിൽ കൂടരുത്, 2 പിഞ്ചായാലും മതി. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തിട്ടില്ല, 1/4 ടീസ്പൂണിലും താഴെ ചേർക്കുന്നുള്ളൂ. മാക്സിമം 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ നമ്മൾ ഈ ഒരു പാകത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പാകത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അടിക്കാം കേട്ടോ. മുട്ടയും പഴവും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കാം. അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി പൊരിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് മതി, അധികം ഉപ്പ് വേണ്ട കേട്ടോ. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇടരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴമൊക്കെ കുക്കായി വരണം എന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ടാലേ പഴമൊക്കെ കുക്കായി വരുള്ളൂ. ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുകയാണ് വളരെ എളുപ്പം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഷേപ്പൊന്നുമില്ല, നമ്മളിങ്ങനെ പല ഷേപ്പിൽ പൊരിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സമയത്തൊരു 4-5 എണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നമുക്കിനി ഇത് അടുത്ത സൈഡിലേക്ക് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് എടുത്തറിയില്ല കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് അറിയില്ല. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏലക്കയുടെ ഫ്ലേവർ വേണോ, ജീരകത്തിൻ്റെ ഫ്ലേവർ വേണോ, വാനില എസൻസ് വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഈ ഒരു ഷെയ്ഡായി വരണം കേട്ടോ. 2 സൈഡും ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരണം. 2 സൈഡിലേക്കും തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയല്ലേ ഇട്ട് കൊടുത്തുള്ളൂ. ഇപ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വന്നു കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോവും, ഇൻസൈഡ് ഒട്ടും കുക്കായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു കളറിലായി വരും കേട്ടോ. നമ്മൾ
ഏത്തപ്പഴമൊക്കെ ചേർത്ത് ഗോതമ്പൊടി ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട്. മൈദപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ വൈറ്റ് കളറിലിരിക്കും. അരിപ്പൊടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, അത്ര പെർഫെക്റ്റ് ആവില്ല, ഭയങ്കര ബെല്ലായിരിക്കും അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മുടെ ഒരു ഉണ്ടംപൊരിയുടെയും അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെയും ഒക്കെ ഷെയ്ഡായി വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ വിട്ട് പോരുന്നുണ്ടോ നോക്കുക. അത് കണ്ടോ, ഫോർക്കിലൊട്ട് തന്നെ പിടിക്കുന്നില്ല. നന്നായിട്ട് കുക്ക് ആയതുകൊണ്ടാണ് ഫോർക്കിൽ പിടിക്കാതിരിക്കുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലായി കിട്ടും. എങ്കിലും കുറച്ചൊക്കെ ഷേപ്പ് വ്യത്യാസം വരും. പക്ഷേ ഉണ്ണിയപ്പത്തിനേക്കാൾ വളരെ സോഫ്റ്റാണ് ഇത് കണ്ടോ. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഏത്തപ്പഴം കഴിപ്പിക്കാൻ വളരെ നല്ലൊരു വഴിയാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ പാളയംകോടൻ പഴമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഇതാകുമ്പോൾ ഏത്തപ്പഴം അടിച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.